അരമണിക്കൂറോളം നീണ്ട റോഡ് ഷോയാണ് കൊച്ചിയിൽ സമാപിച്ചത്. ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയായി എത്തുകയായിരുന്നു. അണികൾ ആവേശത്തിലാണ്, അതാണ് അവർ പ്രകടിപ്പിച്ചതും. തൃശൂരിൽ ഇതേ റോഡ് ഷോ കണ്ട ആളുകളും ഉണ്ടായിരുന്നു കൊച്ചിയിലെ റോഡ് ഷോ കാണാൻ. കേരളത്തിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തൃശൂരിൽ കണ്ടിരുന്നു, അതുതന്നെ ഇപ്പോൾ കൊച്ചിയിലും കാണുകയാണ്. നാളെ ഗുരുവായൂരിലും തൃപ്രയാറിലും കൊച്ചിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം. കേരളത്തിൽ വേരുറപ്പിക്കാൻ ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ ബി.ജെ.പിക്ക് വോട്ടാകുമോ? ഇപ്പോൾ എന്നോടൊപ്പം ശ്രീ മോഹൻ വർഗീസ് ഉണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ യുവരാജ് ഗോകുൽ, ബി.ജെ.പിയുടെ വക്താവ്. ശ്രീ സേനാപതി വേണു, കോൺഗ്രസ് നേതാവ് എന്നിവർ ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, കൊച്ചിയിൽ കണ്ട ഈ റോഡ് ഷോ, ഈ ബി.ജെ.പി അണികളുടെ ഈ കൂടിച്ചേരൽ അല്ലേ, ഇത് തൃശ്ശൂരിൽ കണ്ടതിനേക്കാൾ കൂടുതലാണെന്ന വിലയിരുത്തൽ എങ്ങനെ കാണുന്നു താങ്കൾ? ബി.ജെ.പിക്ക് ഇതെല്ലാം വോട്ടായി മാറ്റാൻ സാധിക്കുമോ കേരളത്തിൽ? ആ ഒരൊറ്റ ചോദ്യമാണല്ലോ ഉയരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. മഞ്ജുഷ്, തീർച്ചയായിട്ടും അതുതന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ കാണുന്ന ആവേശം, അപാലവൃദ്ധം ജനങ്ങളും വളരെ വർണ്ണാഭമായ ഒരു ആഘോഷ അന്തരീക്ഷത്തിൽ കൊച്ചിയുടെ ഈ സായം സന്ധ്യയിൽ തടിച്ചുകൂടിയത് വോട്ടായി മാറുമോ എന്നതാണ് ഇവിടെ കാതലായ ചോദ്യം. തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇതൊരു നിർണായകമായ ഒരു സമയമാണ്. കാരണം കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ ശ്രീ നരേന്ദ്രമോദിയുടെ 3ാമത്തെ കേരള സന്ദർശനമാണ്. മാത്രമല്ല, പുതിയ വർഷം തുടങ്ങി, കലണ്ടർ വർഷം തുടങ്ങിയതിന് ശേഷം 2 ആഴ്ചക്കുള്ളിലെ 2ാമത്തെ സന്ദർശനവുമാണ്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യം ഭാരതീയ ജനതാ പാർട്ടിയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും കേരളത്തിന് കൊടുക്കുന്നു, കേരളത്തിൻ്റെ ഇലക്ഷൻ തയ്യാറെടുപ്പുകൾക്ക് കൊടുക്കുന്നു എന്നതിവിടെ ശ്രദ്ധേയമാണ്. എക്കാലത്തും മഞ്ജുഷ്, കേരളം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയായിരുന്നു. ഇവിടെ നോക്കൂ, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു ത്രഷോൾഡ് ലെവലിൽ വരികയാണ്. 2-3 മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ മണ്ഡലങ്ങളിലൊക്കെ ഉമ്മറപ്പടിയിലെത്തി നിൽക്കുകയാണ്. 3ാം സ്ഥാനത്താണ് വന്നതെങ്കിലും ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട് എന്ന ഒരു പ്രതീതി പ്രവർത്തകന്മാർക്കിടയിൽ ജനിപ്പിക്കാൻ ഒരുപക്ഷെ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു പരമാവധി അവരുടെ സാച്ചുറേഷൻ പോയിന്റിൽ നിന്നുകൊണ്ട് ഇനിയിപ്പോൾ ലഭിക്കേണ്ടത് ജനങ്ങളുടെ ഒരു ബി.ജെ.പി വോട്ടിന് ഉപരിയായ മറ്റ് വിഭാഗങ്ങളുടെ വോട്ടിലേക്കാണ് നീളേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇതുപോലെയുള്ള ഒരു വിഷ്വൽ ബോണൻസ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് മാത്രമേ കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ആളെ വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യം ബി.ജെ.പിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ മുഖത്തെ കേരളത്തിൽ തുടർച്ചയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിജയിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം താങ്കൾ പറഞ്ഞതുപോലെ അതിന് വളരെ വലിയ ഉദ്യമം വേണ്ടിവരും. ഇപ്പോൾ ബി.ജെ.പി കിട്ടുന്ന വോട്ടുകളും ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങൾക്കും അപ്പുറത്ത് നിന്ന് വോട്ടുകൾ നേടിയെടുക്കേണ്ടി വരും, അല്ലേ? അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ ബി.ജെ.പി അത് പ്രതീക്ഷിക്കുകയാണ്. അതൊരു അമിത പ്രതീക്ഷയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടല്ലോ? വളരെ ലോജിക്കലാണ് ഇത് മഞ്ജുഷ്. ഇതിനകത്തൊരു ഒരു ഗെയിം പ്ലാനും സ്ട്രാറ്റജിയും ഇവിടെ കാണുന്നുണ്ട്. അതായത് വൺ ഫേസ്, ഈ പല മുഖങ്ങൾ കാണുകയും സംസ്ഥാന നേതൃത്വം, ദേശീയ നേതൃത്വം, പ്രധാനമന്ത്രി, പാർട്ടി പ്രസിഡന്റ്, അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അമിത്ഷായും ജെ.പി. നദ്ദയും ഒക്കെ നേതാക്കളാണെങ്കിൽ പോലും വൺ ഫേസ് വളരെ എളുപ്പമാണ്. ഇതൊരു ബ്രാൻഡിംഗ് ആണ്. നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ഒരു ബ്രാൻഡിംഗ് ആണ്. ആ ബ്രാൻഡിങ് ഈ ദേശവ്യാപകമായി, സംസ്ഥാനത്ത് മാത്രമല്ല എല്ലാ ഭാഗത്തേക്കും ഒരേ ഒരു ബ്രാൻഡ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാർലമെന്ററി സമ്പ്രദായത്തിൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി പറയാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ, പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ ആ ബ്രാൻഡിങ്ങിൻ്റെ പരകോടിയിലെത്തി നിൽക്കുകയാണ്. അത് ഈസിയാണ്. ഇവിടെ പക്ഷേ കേരളത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ വലിയ തലയെടുപ്പുള്ള നേതാക്കളൊന്നുമില്ല. ജനക്കൂട്ടത്തെ ഇളക്കി മറിക്കാൻ കപ്പാസിറ്റി ഉള്ള നേതാക്കൾ ഒന്നും തന്നെ കേരളത്തിലില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ വ്യത്യസ്തനായി നിൽക്കുന്നത് സുരേഷ് ഗോപി മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ വ്യത്യസ്തനായി നിൽക്കുന്ന ശശി തരൂർ എങ്ങനെയാണോ, അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു നേതാവാണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ സിനിമാ പാരമ്പര്യം മാത്രമല്ല, അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു പാർട്ടിക്ക് അതീതമായി ലഭിക്കാൻ സാധ്യതയുള്ള ജനകീയ വോട്ട്, വനിതാ വോട്ട്, ജനകീയ വോട്ട്, യൂത്ത് വോട്ട്, അത് തൃശ്ശൂർ പോലെ ഒരു മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് അടിസ്ഥാനപരമായി വളരെ വലിയ ശക്തിയുള്ള മണ്ഡലമൊന്നുമല്ല. തിരുവനന്തപുരം പോലെയോ പാലക്കാട് പോലെയോ ശക്തിയുള്ള മണ്ഡലമല്ല. അതുമാത്രമല്ല, എറണാകുളം ഇപ്പോൾ റോഡ് ഷോ നടന്ന എറണാകുളം നോക്കൂ. എറണാകുളം ജില്ല വളരെ ദുർബലമായി, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളരെയധികം ദൗർബല്യമുള്ളൊരു ജില്ലയാണ് എറണാകുളം.
അവിടെ വിജയകരമായി ഒരു റോഡ് ഷോ നടത്താൻ കഴിയുന്നു. ഏതാണ്ട് 1 ലക്ഷത്തോളം ജനങ്ങളുണ്ട് എന്നതാണ് ഒരു ഏകദേശ കണക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ആവേശം വരികയും അത് ഏതാനും ക്ലാസ് എ അല്ലെങ്കിൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ പത്തനംതിട്ട മുതലായ മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ സംഘടനാ സംവിധാനം കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണെന്ന് തോന്നുന്നു ഇതിന്റെ പ്ലാൻ. അതുകൊണ്ടാണ് ശരിയാണ്, ഗെയിം പ്ലാൻ ആണിത്. അത് എത്രമാത്രം പ്രാവർത്തികമാക്കും എന്ന കാര്യത്തിൽ BJPക്കും അതിൽ എന്തായാലും ഒരു പെട്ടെന്ന് തന്നെ അത് ഫലം കാണുമെന്ന കാര്യത്തിൽ അത്ര അമിതമായ ആത്മവിശ്വാസം BJPക്കാർക്കും ഇല്ല. പക്ഷേ കണ്ടേക്കാം, ഇതാണല്ലോ BJPക്കാരും പറയുന്നത്. ഇപ്പോൾ ശ്രീ യുവരാജ് ഗോകുൽ, ഇതൊരു പരീക്ഷണമാണല്ലോ. ഈ പരീക്ഷണം നേരത്തെയും കണ്ടതാണ്. 2019 ഇലക്ഷനിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ടുണ്ട് കേരളത്തിൽ. അതിനു മുൻപുള്ള ഇലക്ഷനിലും നമ്മൾ കണ്ടതാണ്. 2014 പ്രധാനമന്ത്രി വന്നിരുന്നു. അപ്പോൾ തിരുവനന്തപുരമായിരുന്നു കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂർ എന്നുള്ള മണ്ഡലം ഇങ്ങ് എടുത്തിരിക്കുകയാണ് BJP. അതിനുവേണ്ടിയാണല്ലോ പ്രധാനമന്ത്രിയുടെ ഈ പര്യടനങ്ങൾ അത്രയും നടക്കുന്നത്. ഒരു മാസം തന്നെ 2 തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ഞാൻ ഇതിനകത്ത് 2 തരത്തിൽ ഉത്തരം പറയാം. ഒന്ന്, ഞാനൊരു BJP സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ, അതിനുപരി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, പണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിൽ BJP ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നു തിരുവനന്തപുരത്ത്, ബാക്കി 19 സീറ്റുകളിൽ BJP ഇല്ല എന്ന തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു 2014 നടന്നുകൊണ്ടിരുന്നത്. 2019 കുറച്ചുകൂടെയും സാധ്യതകളൊക്കെ മാറി. ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, നരേന്ദ്രമോദിയുടെ 5 വർഷത്തെ ഭരണം, ഇതെല്ലാം മുൻനിർത്തി തന്നെ ഫൈറ്റ് ചെയ്യുകയും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ആ മത്സരം വ്യാപിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പ്രചരണത്തിൻ്റെ എപ്പോഴും ഫോക്കസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി തിരുവനന്തപുരം ബേസ് ചെയ്ത് മാത്രമായിരുന്നു. അപ്പോൾ ഈ പരസ്പരം വോട്ട് മറിക്കുക, ഒരു മണ്ഡലത്തിൽ മാത്രം BJPയെ തോൽപ്പിക്കുക എന്നൊക്കെ ഉള്ള സ്ട്രാറ്റജിയിലേക്ക് ഇടത് വലത് മുന്നണികൾക്ക് പോവുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ അവരുടെ കംഫർട്ട് സോണിൻ്റെ പുറത്തേക്ക് അവരെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്കാണ് സാധനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം പാൻ കേരള ലെവലിൽ തന്നെ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് ഒന്ന്. ഇനി 2, അതിനകത്ത് BJP എന്നുള്ള നിലയിൽ ഞാനൊരു കൃത്യമായിട്ടൊരു കാര്യം പറയാം. അതായത് ഇത് വോട്ട് സീറ്റായിട്ട് മാറുമോ, അല്ലെങ്കിൽ ഇത് ജനക്കൂട്ടം വോട്ടായി മാറുമോ, വോട്ട് സീറ്റായി മാറുമോ എന്നുള്ളതാണ്. കേരളം പോലെ രാഷ്ട്രീയമായി കൃത്യമായി അടിത്തറയുള്ളൊരു സംസ്ഥാനം. അടിത്തറയുള്ളൊരു സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ചായക്കടയിൽ ചെന്നിരുന്നാലും, ഇവിടെ നമ്മളൊരു ബാർബർ ഷോപ്പിൽ ചെന്നിരുന്നാലും, ഇവിടെ നമ്മൾ തൊഴിലുറപ്പുകാരുടെ ഇടയിലേക്ക് ചെന്നിരുന്നാലും വ്യക്തമായി രാഷ്ട്രീയം പറയുന്ന ആൾക്കാരാണ്. നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നാൽ പോലും കൂട്ടം കൂടുന്ന ജനങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ജനങ്ങളാണുള്ളത്. ആ രാഷ്ട്രീയം പറയുന്ന ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു മുഖമുണ്ടാകണം, നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാകണം, നമുക്ക് അവരുടെ മുന്നിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വികസനത്തിൽ ഊന്നി ഉൾപ്പെടെയുള്ള അജണ്ടകൾ ഉണ്ടാകണം. ആ അജണ്ടകളിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് ഈ പറയുന്ന ജനക്കൂട്ടം വോട്ടായും വോട്ട് സീറ്റായിട്ടും മാറുക എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടാകും. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. യുവരാജ്, 2019 ഇതേ രീതിയിൽ തന്നെ ഒരു മുഖത്തെ അവതരിപ്പിക്കുവാനുള്ള ശ്രമം നടന്നിരുന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. 5 വർഷത്തെ ആ ഭരണ പരിഷ്കാരങ്ങളായിരുന്നു ഈ വികസനം എന്ന രീതിയിലും അവതരിപ്പിച്ചത്. 2019 യഥാർത്ഥത്തിൽ അന്നത്തെ കേരളം ചർച്ച ചെയ്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇഷ്യൂകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മേൽക്കൈ കിട്ടേണ്ടത് ആർക്കായിരുന്നു? BJPക്കായിരുന്നു. കാരണം BJP കൊണ്ടുവന്ന അജണ്ടകളാണ് അന്ന് ചർച്ച ചെയ്തതും അതിന്റെ ഗുണഭോക്താക്കളായിട്ട് UDF വന്നതും, ഇല്ലേ? അങ്ങനെ BJPക്ക് തിരിച്ചടി കിട്ടുകയാണ് കേരളത്തിൽ. അതാണ് ഈ രാഷ്ട്രീയം ശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ഓരോരുത്തരും എന്നുള്ള താങ്കളുടെ ഈ വിലയിരുത്തലുണ്ടല്ലോ, അത് ശരിയുമാണ്. അതാണോ BJPക്ക് ഇങ്ങനെ തിരിച്ചടിയാവുന്നത്? അതല്ലേ തിരിച്ചടിയാവുന്നത്? 2014 നിന്ന് 2019 എത്തുമ്പോൾ BJP മുൻപിലേക്ക് പോയോ പുറകിലേക്ക് പോയോ എന്നുള്ളൊരു വിലയിരുത്തൽ സത്യസന്ധമായി നടത്തിക്കഴിഞ്ഞാൽ 50% വോട്ടാണ് BJPക്ക് 2014 താരതമ്യം ചെയ്യുമ്പോൾ 2019 വർദ്ധിച്ചിരിക്കുന്നത്. അതിൽ തൃശ്ശൂർ 3 ലക്ഷം വോട്ടിലേക്ക് വന്നു. ആലപ്പുഴ പോലെ ഒരു മണ്ഡലത്തിൽ പോലും നമ്മൾ 2 ലക്ഷം വോട്ടിന് അടുത്തേക്ക് വന്നു. എറണാകുളം പോലെ BJP സ്വതവേ ദുർബലമായ ഒരു മണ്ഡലത്തിൽ പോലും 1.5 ലക്ഷം വോട്ടിലേക്ക് വന്നു. ഏതാണ്ട് 70-80% മണ്ഡലങ്ങളിലും 1 ലക്ഷം വോട്ടിന് മുകളിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 2019 വളർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല, അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ അവിടെ നിന്ന് ഈ ബേസിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകണമെങ്കിൽ പോലെ മോഹൻ വർഗീസിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നുവല്ലോ, മറ്റ് വിഭാഗങ്ങൾക്കിടയിലേക്ക്, അതാണ് ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ BJP അട്രാക്ട് ചെയ്യുവാൻ നടത്തുന്ന ശ്രമം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിൻ്റെ ഒരു
പരമാവധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മുമ്പും ചർച്ച നടത്തിയിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം മഞ്ജുഷ, അതിലേക്ക് തന്നെ ഞാൻ പ്രോപ്പറായിട്ട് വരാം. നിങ്ങൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, നരേന്ദ്രമോദിജി ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണെന്ന് പറയാം. അദ്ദേഹം ഇപ്പോൾ വരുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നാണ്, കഴിഞ്ഞവണ വന്നപ്പോൾ ലക്ഷദ്വീപിലുണ്ടായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് പോലും പൊങ്കലിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും അദ്ദേഹം അത് അവിടെ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2019 നിന്ന് 2024 എത്തുമ്പോൾ അദ്ദേഹം ഇപ്പോൾ നോർത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം വലുതായിട്ട് കൺസേൺഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് അറിയാം അവിടെ താൻ ഉറച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം. പക്ഷേ കൺസേൺഡ് അല്ല എന്ന് പറയുമ്പോൾ ഈ സീറ്റുകൾ കുറയും എന്നുള്ള ഒരു ആശങ്ക കൂടി അതിൽ പ്രതിഫലിക്കും. ഞാൻ ചിന്തിക്കുകയല്ല, സീറ്റ് എവിടെയാണ് കുറയുക മഞ്ജുഷ, എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. സീറ്റ് എവിടെയാണ് കുറയാൻ പോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. 2019 രീതിയല്ല ഇപ്പോൾ തന്നെ മഞ്ജുഷ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയോ വിടാതെ വീഴ്ചയ്ക്ക് തയ്യാറാവുകയോ അവിടെ വീഴ്ച മാത്രമേ ഉറപ്പുള്ളൂ. മഞ്ജുഷ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സീറ്റുകൾ പോലും ഇത്തവണ ഉണ്ടാവില്ല. ഇത്തവണ അവർക്ക് പ്രതിപക്ഷ നേതാവിനെ കിട്ടാൻ പോകുന്നില്ല. ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. കാരണം മഞ്ജുഷ, ഈ ഇന്ത്യ മുന്നണി എന്നൊക്കെ നിങ്ങൾ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ ദുർബലമാണ് എന്നാണ് എന്റെ നിരീക്ഷണം. കാരണം ഞാൻ പറയാം, കാരണം ഉത്തർപ്രദേശ് ആയിരുന്നു BJPക്ക് ഏറ്റവും അധികം സീറ്റുകൾ നൽകിയിരുന്ന ഒരു സംസ്ഥാനം. ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാർട്ടികൾ ഒരുമിച്ച് വരികയും BJP അവിടെ നേരിടുകയും BJPക്ക് ഇത്തവണ അവിടെ സീറ്റുകൾ ഗണ്യമായി കുറയ്ക്കും. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 50%, 70% താഴേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് 2 പാർട്ടികൾ ഒരുമിച്ച് വന്ന് മത്സരിച്ചതാണ്. ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. കഴിഞ്ഞ തവണ BJP ജയിച്ചു. ഇത്തവണ ഉത്തർപ്രദേശിൽ BJPക്ക് അങ്ങനെ ഒരു ചലഞ്ച് പോലും ഇല്ലാതെ 80 സീറ്റുകൾ മുൻപിലേക്ക് കിടക്കുകയാണ്, ഒരു ചലഞ്ച് പോലും ഇല്ലാതെ മുൻപിലേക്ക്. പിന്നെ എവിടെയാണ് ഈ മുന്നണി നിലനിൽക്കുന്നത്? JDUമായിട്ട് ഇതുവരെയും അവർക്ക് പ്രോപ്പറായിട്ടൊരു ധാരണയിലെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു മുന്നണി സ്വഭാവം പിന്നീട് കാണിക്കുന്ന കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഒരുപാട് സീറ്റുകളിൽ മാത്രം മത്സരിക്കാൻ തയ്യാറാകുന്നത്. അപ്പൊ ഈ ബീഹാറിൽ മാത്രം നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇവരൊരു മുന്നണി സംവിധാനം ചലിപ്പിക്കുക? മാത്രമല്ല, ബീഹാറിൽ കഴിഞ്ഞ തവണ 18 സീറ്റുകളിൽ മാത്രമാണ് BJP മത്സരിച്ചിരിക്കുന്നത്. ഇത്തവണ അങ്ങനെയല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം 30-ലധികം സീറ്റുകളിൽ മത്സരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ബീഹാറിൽ. താങ്കളുടെ വിശ്വാസം ശ്രീ മോഹൻ വർഗീസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനാണ് സൗത്തിൽ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? നോർത്തിൽ ആവശ്യത്തിലധികം സീറ്റുകളുണ്ട്, അത് ഭരണത്തിൽ തുടരുവാനായിട്ട് അത് മതി അല്ലേ? അപ്പോൾ പിന്നെ ഈ സൗത്തിൽ വന്ന് ഇത്രത്തോളം അത്യധ്വാനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴാണ് ഒരു സംശയം വരുന്നത്, നോർത്തിൽ അങ്ങനെ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ടാണോ സൗത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന്. അതല്ലാതെ കേരളത്തിൽ വന്ന് ഈ ഒരുപാട് സീറ്റുകൾ എടുത്തുകൊണ്ട് പോകാനൊന്നും കഴിയില്ല എന്ന് BJPക്ക് തന്നെ അറിയാമല്ലോ, പ്രധാനമന്ത്രിക്ക് അറിയാവുന്നതാണ്. കർണാടകത്തിൽ ശരിയാണ്, പ്രചാരണം നടത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ സീറ്റുകൾ അവിടെ നേടാൻ കഴിയും. തമിഴ്നാട്ടിൽ അത് പറ്റുകയില്ല അല്ലെ, തമിഴ്നാട്ടിൽ അത് നടക്കുന്ന കാര്യമല്ല. ആന്ധ്രയിൽ പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് സീറ്റുകൾ കിട്ടിയേക്കാം. ഇതല്ലാതെ ഈ സൗത്തിൽ കേന്ദ്രീകരിച്ചത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഇത്രയും അത്യധ്വാനം ചെയ്തുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അതിന്റെ ആവശ്യമുണ്ടോ? അത് മഞ്ജുഷ്, എനിക്ക് തോന്നുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചിലത് തെളിയിക്കാനുണ്ട് എന്ന് ഇപ്പോഴും പാർട്ടി വിശ്വസിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ഇനി ഒന്നും തന്നെ തെളിയിക്കേണ്ടതില്ല, ഹിന്ദി ഹൃദയഭൂമിയിലും തെളിയിക്കേണ്ടതില്ല, പടിഞ്ഞാറൻ ഇന്ത്യയിലും തെളിയിക്കേണ്ടതില്ല. പക്ഷേ ദക്ഷിണേന്ത്യയിലും കിഴക്കൻ ഭാരതത്തിലും ചിലത് തെളിയിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിയുടെ പരകോടിയിലെത്തി നിന്ന 1984 അന്നാണ് ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുകൊണ്ടുണ്ടായ സഹതാപ തരംഗത്തിന് തേരിലേറി 404 സീറ്റുകൾ, 543-ൽ 404 സീറ്റുകളുമായി കോൺഗ്രസ് പാർട്ടി 4-3 ഭൂരിപക്ഷം നേടിയ ആ ഒരു ബെഞ്ച് മാർക്കാണ് ഭേദിക്കണം എന്ന് ശ്രീ യുവരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. ആ തരത്തിലുള്ള ആത്മവിശ്വാസമാണ് എൻ്റെ സുഹൃത്ത് യുവരാജോട് പ്രകടിപ്പിച്ചത്. അത് നല്ലതാണ്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ ഇവിടെ ഒരു ഇലക്ട്രൽ അരിത്മെറ്റിക്സും കൂടെ നോക്കണം മഞ്ജുഷ്. ഇവിടെ ഒരു എക്സ്ട്രീം സാച്ചുറേഷൻ പോയിന്റിൽ നിൽക്കുകയാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ BJPയുടെ സീറ്റ് ഷെയർ. അതായത് രാജസ്ഥാനിലെ 25 മണ്ഡലങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ വന്നിരിക്കുന്നു. മധ്യപ്രദേശിലെ 29 മണ്ഡലങ്ങളിൽ 28 മണ്ഡലങ്ങളും BJPയുടെ കയ്യിലാണ്. ഇനി എവിടെയാണ് കൂടാൻ സാധിക്കുന്നത്? കുറയാനല്ലാതെ കൂടാൻ സാധിക്കുമോ? ഉത്തർപ്രദേശിൽ തീർച്ചയായും ഒരു സാച്ചുറേഷൻ എലമെൻ്റാണ്. അത് നേരത്തെ യുവരാജ് സൂചിപ്പിച്ച ആ ഒരു കാര്യം ശരിയാണ്. ബഹുജൻ സമാജ് പാർട്ടിയും സമാജ്വാദി പാർട്ടിയും
ഒരുമിച്ച് കൈകോർത്ത് നിന്നിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താനാവില്ല എന്ന് പറയുന്നതിന് മറുവശം കൂടിയുണ്ട്. ഈ രണ്ട് പാർട്ടികളുടെയും മേൽത്തട്ടിൽ മാത്രമായിരുന്നു ഐക്യം. താഴെത്തട്ടിൽ പ്രവർത്തകന്മാർക്കിടയിൽ ആ ഐക്യം കൊണ്ടുവരാൻ ഈ രണ്ട് കക്ഷികൾക്കും കഴിഞ്ഞില്ല എന്നതാണ്. പക്ഷേ ഇന്ത്യ മുന്നണി അതുപോലെയാകും എന്ന ഒരു ചിന്ത എനിക്കില്ല. എന്തായാലും ബീഹാറിലും ഉത്തർപ്രദേശിലും കുറച്ചുകൂടി ഏകോപനം ഉണ്ടാകും. ഇപ്പം കോൺഗ്രസ് പാർട്ടി ഈ പാർട്ടികളെ എന്താണ് സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ജനതാദളിനെയും ജനതാദൾ യുണൈറ്റഡിനെയും ഒക്കെ തഴഞ്ഞുകൊണ്ട് ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ മത്സരം നേരിട്ട് പരാജയപ്പെട്ടതുകൊണ്ടാണ് ഒരുപക്ഷെ കുറച്ചുകൂടി പ്രായോഗിക ചിന്തയിൽ ഞങ്ങളിതാ 255 സീറ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, മറ്റുള്ളത് നമുക്ക് വീതിച്ചെടുക്കാം. ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ BJPക്ക് ആ ഒരു ആശങ്കയുണ്ടോ? ഈ ഇപ്പോൾ ഭരണം കൈവിട്ടു പോകുമെന്നുള്ള ആശങ്കയൊന്നും എന്തായാലും ഇല്ലല്ലോ. ഈ താങ്കൾ പറഞ്ഞ പോലെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയത് കൊണ്ട് കൂടാൻ സാധ്യതയില്ല, കുറഞ്ഞേക്കാം. അത് പക്ഷേ ഇവിടെ നിന്ന് ഈ തെക്കേ ഇന്ത്യയിൽ നിന്ന് നേടിയെടുക്കാം എന്നുള്ള ആ ഒരു തന്ത്രം അതാണോ പയറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വന്ന് ഇത്രമാത്രം അത്യുദ്ധാനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? ഇതൊരു ഇമേജിന്റെ വിഷയമാണ്. ഇത് മഞ്ജുഷ്, ഇതൊരു ഇമേജിന്റെ വിഷയമാണ്. ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാ പ്രദേശത്തും ഇപ്പൊ കോൺഗ്രസ് ജെനുവിൻ പാൻ ഇന്ത്യ പാർട്ടി ആയിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോഴങ്ങനെയാണെന്ന് പറയാനാവില്ല. മുൻകാലങ്ങളിൽ ജെനുവിൻ 1947 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാശ്മീരിലും ഗുജറാത്തിലും കേരളത്തിലും മധ്യഭാരതത്തിലും എല്ലാം തന്നെ വേരോട്ടം ഉണ്ടായിരുന്നു. അടിസ്ഥാനപരമായ യൂണിറ്റുകൾ ഓരോ ചെറിയ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു, ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഒരു അവകാശവാദം കോൺഗ്രസിന് ഉന്നയിക്കാനാവില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, ദക്ഷിണേന്ത്യയിലെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം ഇപ്പോഴും ബാലികേറ മലയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നേരത്തെ 2 സീറ്റുകൾ നേടിയിട്ടുണ്ട്. AIDMKയുമായി സഖ്യത്തിലാണെങ്കിലും നേടിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു നിയമസഭാ സീറ്റ് മാത്രമാണ് നിയമമണ്ഡലത്തിൽ ശ്രീ O രാജഗോപാൽ കഴിഞ്ഞ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചത് ഒഴിച്ചാൽ ഒരു മേജർ ഇലക്ട്രൽ വിക്ടറിയും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഇല്ല. അതേസമയം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ വളരെ വലിയ ശക്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് ദക്ഷിണ ഭാരതത്തിൽ ഇപ്പോൾ നിലവിൽ 28 സീറ്റുകളാണ് ദക്ഷിണ ഭാരതത്തിൽ BJPക്കുള്ളത്. കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ദക്ഷിണ ഭാരതത്തിലെ 133 സീറ്റുകളിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി BJP ആണ്. അതാണ് ഭാരതീയ ജനതാ പാർട്ടി പലപ്പോഴും പറയുന്നത്. പക്ഷേ അതിൽ 25ഉം ഈ 28-ൽ മഞ്ജുഷ് 25 സീറ്റുകളും കർണാടകത്തിൽ നിന്നും മാത്രം വന്നതാണ്. കർണാടകത്തിൽ ഇപ്പോഴും BJPയുടെ ശക്തി ചോർന്നിട്ടില്ല. അത് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെട്ടു. പക്ഷേ കർണാടകം മാത്രമാണ് പ്രതീക്ഷിക്കാനുള്ളത്. തമിഴ്നാട്ടിൽ ന്യായമായ പ്രതീക്ഷകൾക്ക് ഇടമില്ല. കേരളത്തിൽ ഒരുപക്ഷെ 1-2 സീറ്റിൽ പ്രതീക്ഷ വെച്ച് പുലർത്താം. ഏറ്റവും വലിയ പ്രതീക്ഷ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ നിലയിൽ തിരുവനന്തപുരമല്ല, മറിച്ച് തൃശ്ശൂർ തന്നെയാണ് ഇന്നത്തെ നിലയിൽ. യുവരാജ് പറഞ്ഞ മറ്റൊരു നിരീക്ഷണമുണ്ട്. മുമ്പൊക്കെ ഇപ്പോൾ BJP വരാതിരിക്കുന്നതിന് വേണ്ടി അവസാന നിമിഷത്തെ ഈ വോട്ട് മറിക്കൽ തന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആ ഒരു ബ്രാക്കറ്റിൽ നിന്ന് വെളിയിൽ കടക്കാൻ ഈ രണ്ട് മുന്നണികളെയും, UDFനെയും LDFനെയും ആക്കി തീർക്കുവാനായിട്ട് BJP കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലെ ഈ ഇലക്ഷൻ തന്ത്രങ്ങൾ വെച്ച് നോക്കിയാൽ ഇല്ലേ? ഇപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞു, തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞു, എത്രമാത്രം ആഞ്ഞു പയറ്റിയിട്ടും 1 ലക്ഷത്തോളം വോട്ടിന്റെ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട് ഇല്ലേ? ഈ കുമ്മനം മത്സരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. തൃശ്ശൂർ നോക്കിയാൽ അതിനേക്കാൾ വലുതാണ് ടാസ്ക് എന്ന് പറയുന്നത് അല്ലേ? അത് മലയാളി വളരെ വളരെ സെൻസിബിൾ വോട്ടറും രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് പേര് കേട്ട കേരളത്തിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള തലസ്ഥാന ജില്ലയിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ കാണുന്ന ഒരു ചിത്രം, ശശി തരൂർ എന്ന ഒരു മഹാമേരു മത്സരിക്കുന്നു, ഒരു വിശ്വപൗരനാണ്. അപ്പം അവിടെ ജാതിക്കും മതത്തിനും വർഗത്തിനും പാർട്ടിക്കും പരിഗണനകൾക്കെല്ലാം ഉപരിയായി ശശി തരൂർ ലഭിക്കുന്ന വോട്ടാണ് ഈ പറയുന്ന എക്സസ് വോട്ട് എന്ന് പറയുന്നത്. അത് ഭേദിക്കാൻ ബുദ്ധിമുട്ടാണ് അന്നും ഇന്നും. പക്ഷേ തൃശ്ശൂരിൻ്റെ ഘടന അങ്ങനല്ല. തൃശ്ശൂർ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ മത്സരം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ത്രഷോൾഡ് ലിമിറ്റ് ഉണ്ട്. അതിനെ കൺവേർട്ട് ചെയ്ത് വിജയത്തിലേക്ക് ആക്കണമെങ്കിൽ 2 കമ്മ്യൂണിറ്റികളുടെ പിന്തുണ വേണം. അവിടുത്തെ സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റിയാണ്. രണ്ടാമത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 20% വോട്ടുകളുള്ള ക്രൈസ്തവ കമ്മ്യൂണിറ്റിയാണ്. ആ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു ചെറിയ വിഭാഗത്തെയെങ്കിലും അവർ പ്രധാനമായും UDF വോട്ടർമാരായിരിക്കും, ചിലരെങ്കിലും LDF വോട്ടർമാരുമായിരിക്കും. ആ വിഭാഗത്തിൽ ഇപ്പോൾ കോൺഗ്രസ് വക്താവ് ശ്രീ സേനാപതി വേണു കൂടി ചേരുകയാണ്. ദേശീയ രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ചയാളാണ് ശ്രീ സേനാപതി വേണു. ഡൽഹിയിൽ ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിരുന്നയാളാണ്. ശ്രീ സേനാപതി വേണു, കേൾക്കാമോ? ശരി, വരാം. ശ്രീ യുവരാജ്, ശ്രീ മോഹൻ വർഗീസിന്റെ നിരീക്ഷണങ്ങൾ, അതിനോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നതിനെ?
അല്ല, അദ്ദേഹം ഒരു പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ അത്യധികം ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് അതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ എതിരഭിപ്രായങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയ കേന്ദ്രീകരിച്ച് ശശി തരൂരിന് അനുകൂലമാക്കി കൊണ്ടുവരുന്നതിന് അവർക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 88% പോളിംഗ് കോസ്റ്റൽ ഏരിയയിൽ മൈനോറിറ്റി ബെൽറ്റിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് നഗരപ്രദേശങ്ങളിൽ അത് 70% താഴെ മാത്രമായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അതൊരു ജാതിക്കോ മതത്തിനോ അതീതം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പരിധിവരെ അത് ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ വർഗീയമായി തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് ശശി തരൂരിൻ്റെ ക്യാമ്പയിൻ കൊണ്ട് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, മഞ്ജുഷ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു വരികയായിരുന്നു. അപ്പോഴത് ഡൈവേർട്ടായി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം 2024 അധികാരം നിലനിർത്തുന്നതിന് സാച്ചുറേഷൻ പോയിന്റിലായിരിക്കും നോർത്ത് ഇന്ത്യയിൽ. പക്ഷേ അത്രയും സീറ്റുകൾ മാത്രം മതി. കഴിഞ്ഞ തവണ എവിടെ നിന്നൊക്കെ സീറ്റുകൾ ലഭിച്ചിട്ടുണ്ടോ അത് മാത്രം മതിയാകും BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള 300, 303 അല്ലെങ്കിൽ 310 സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് കേന്ദ്രം ഭരിക്കുന്നതിന്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം അത്യധ്വാനം ഈ പറയുന്ന ദക്ഷിണ ഭാരതത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ, ലക്ഷദ്വീപിൽ, കേരളത്തിൽ ഒക്കെ നടത്തേണ്ടതിൻ്റെ ആവശ്യകത വരുന്നില്ല. അല്ലാതെ തന്നെ കംഫർട്ടബിളി ജയിക്കാവുന്ന ഒരു വിന്നിംഗ് പൊസിഷനിൽ തന്നെയാണ് BJP നിലവിൽ നിൽക്കുന്നത്. പക്ഷേ BJPയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് എന്താണ്, കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു ആശയവുമായി ഒരു വിഭാഗം ഇറങ്ങി നടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരെയും വളരെ പോസിറ്റീവായിട്ട് ഒരുമിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. നോക്കണം, ഗോവ എത്രയോ വർഷങ്ങളായിട്ട് BJP ആണ് ഭരിക്കുന്നത്. എത്രയോ വർഷങ്ങളായി തുടർഭരണം BJPക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. മൈനോറിറ്റി എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 50% ഉള്ള ഒരു സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത്. എന്താണ് അവിടെ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. ആകെ ഒരു മണിപ്പൂരിൽ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ഒരു സംഘർഷത്തിൻ്റെ ഒരു തുടർച്ച എടുത്തു വെച്ചിട്ടാണ് BJPക്കെതിരായിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മിസോറാമിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി. നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാർ അതിനെ ഏത് രീതിയിലാണ് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അത് കേരളത്തിലുള്ളവർക്കും സ്വാഭാവികമായി മനസ്സിലായി തുടങ്ങേണ്ടുന്ന സമയമായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ അവർക്ക് കാര്യമായി തന്നെ മനസ്സിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ BJP കേരളത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ആന്ധ്രയിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കുന്നത്, തമിഴ്നാട്ടിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കുന്നത് ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെയാണ്. ജനങ്ങളെ എത്രയധികം ജനങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും, അവരെ ചേർത്ത് നിർത്താൻ പറ്റും, വിവിധ കമ്മ്യൂണിറ്റികൾ സഹകരിക്കാൻ സാധ്യതയുള്ള, സഹകരിക്കണമെന്ന് താല്പര്യമുള്ള ഒരു പാലമിട്ടാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. അപ്പോൾ അതുപോലെ ബ്രിഡ്ജ് പണിയാൻ കഴിയുന്ന കമ്മ്യൂണിറ്റികളിലേക്കൊക്കെ ബ്രിഡ്ജിങ് നടത്തുക എന്ന് പറയുന്ന ഒരു നയവുമായിട്ട് കേരള സന്ദർശനത്തിലും ഉണ്ടാകുമെന്നിങ്ങനെ കരുതുന്നുണ്ട്. പക്ഷേ ഈ ക്രൈസ്തവ സഭാ പ്രതിനിധികളെ അദ്ദേഹം കാണുമോ, ചർച്ച നടത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും 2 ദിവസം അദ്ദേഹം ഓഫീസിൽ തന്നെ ഇവിടെ ആലഞ്ചേരി ബിഷപ്പ് അദ്ദേഹം പോവുകയും പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് ചർച്ച നടത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സഭയ്ക്ക് പുതിയ അധ്യക്ഷൻ വന്ന സമയമാണ്. അപ്പോൾ അതിലും ഒരു കൗതുകമുണ്ട് അദ്ദേഹത്തെ. തീർച്ചയായിട്ടും അത് കാണേണ്ട സാഹചര്യം. നാളെ ഒരു വലിയ യോഗം നടത്തുന്നുണ്ടല്ലോ ഈ ശക്തി കേന്ദ്ര എന്ന് പറയുന്നത്. അതൊരു തന്ത്രപരമായ ഒരു സമീപനമാണല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഉപരി ബൈഠക്ക് മീറ്റിങ്ങുകൾ നടത്താറുണ്ട്, പ്രസിഡന്റ് ഉപരി, മണ്ഡലം പ്രസിഡന്റ് ഉപരി നടത്താറുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുപരി മീറ്റിംഗ് നടത്താറുണ്ട്, ബൂത്ത് പ്രസിഡന്റുമാരുടെ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബൂത്ത് പ്രസിഡന്റ് കുറച്ച് മുകളിൽ നിൽക്കുന്നതാണ് ശക്തി കേന്ദ്ര ഇൻചാർജ്. അതായത് BJPക്ക് ശക്തിയുള്ള പ്രദേശങ്ങൾ അല്ലേ, ആ ബൂത്തുകളിൽ അങ്ങനെയല്ല, ശക്തിയുള്ള പ്രദേശങ്ങളെന്നല്ല ഉദ്ദേശിക്കുന്നത്. BJPയുടെ ബൂത്തുകളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പർട്ടിക്കുലർ ശക്തി കേന്ദ്ര എന്നാക്കുന്നു. ആ ശക്തി കേന്ദ്രയിൽ നിന്നുകൊണ്ട് ആ പ്രദേശത്തേക്കുള്ള ഇപ്പോൾ കുറച്ച് ബൂത്തുകളായിരിക്കും, കുറച്ച് പ്രദേശങ്ങളായിരിക്കും. ആ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശക്തി കേന്ദ്രം, 2-3 ബൂത്തുകൾക്ക് അറിഞ്ഞിടത്തോളം ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഈ ശക്തി കേന്ദ്ര നെഗറ്റീവായിട്ടല്ല, പ്രധാനമന്ത്രി അങ്ങനെ വന്ന് അവരെ കാണുന്ന ഒരു പതിവില്ലെന്നാണ്. അങ്ങനെയാണ് എത്രമാത്രം പ്രാധാന്യം കേരളത്തിൽ. തീർച്ചയായിട്ടും മനുഷ്യ അത് ഓരോ സംസ്ഥാനങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ചില സംസ്ഥാനങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന നരേന്ദ്രമോദിജി വരുന്ന സമയത്ത് ബൂത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെ കാണുക എന്നുള്ളതായിരിക്കും. മറ്റു ചിലർ മണ്ഡലം പ്രസിഡന്റുമാരായി, ചിലർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹിളാ പ്രവർത്തകരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ യുവ പ്രവർത്തകർ എന്നുള്ളതായിരിക്കും. അത് ഓരോ സമയത്ത് അതാത് സംസ്ഥാനങ്ങളുടെ നേതൃത്വം അവരുടെ സംഘടനാപരമായ ആവശ്യം, സംസ്ഥാനപരമായ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രപ്പോസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതാണ്. ഇവിടെ ഇത്തവണത്തിൽ സംസ്ഥാന BJP നേതൃത്വം ഇത്തരത്തിലാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തകരെ ആ തലത്തിൽ കാണുന്നത്.
ശരി, ശ്രീ മോഹൻ വർഗീസ്, ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള യോഗത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നത് പോലും അങ്ങനെ പതിവില്ലാത്ത കാര്യമാണ്. അങ്ങനെ പതിവ് പോലും തെറ്റിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി സമയം ചെലവഴിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. അതെ മഞ്ജുഷ്, അതൊരു ഒരുപാട് പ്രതീകാത്മകത ഇതിനകത്ത് കാണാം. ഒന്ന് നോക്കൂ, 8 മാസം മുൻപ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ ഫോക്കസ് കൊടുത്തത് ഈ യൂത്ത് പവറിനാണ്, അല്ലെങ്കിൽ അവർ യുവസംഗമം, യുവശക്തി അല്ലെ, യുവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് കേരളത്തിലെത്തിയപ്പോൾ കൊടുത്തത് ഒരു നാരീശക്തി, അല്ലെങ്കിൽ ഒരു വിമൻ പവർ. അതാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. ഇനി നാളെ കാണാൻ പോകുന്നത് കുറച്ചുകൂടി ഒരു പാർട്ടി ബേസ്ഡാണ്. ഇപ്പോൾ പാർട്ടിയുടെ ഒരു സംവിധാനത്തെ, ഇപ്പോൾ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ നിന്നും ഒരു മാസ് പാർട്ടിയായി BJP മാറിയിരിക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായ കേഡർ സ്വഭാവം നിലനിർത്താനുള്ള ഒരു ചുമതലയുണ്ട്. കാരണം ആ കേഡർ സ്വഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ വോട്ട് പോലും ഭവനങ്ങളിൽ കേന്ദ്രീകരിച്ച് ഓരോ ഭവനത്തിൽ നിന്നും ഒരു അഡീഷണൽ വോട്ടെങ്കിലും ലഭിക്കത്തക്ക രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിലെ, അടിസ്ഥാന ലെവലിലെ സംഘടനാ സംവിധാനം ശക്തമാക്കണം. അത് വേണമെങ്കിൽ ഒരു ഹയറാർക്കിയുടെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ ഡ്യൂട്ടി അസൈൻ ചെയ്യാം. പക്ഷേ ഇതാ പ്രധാനപ്പെട്ട താരപ്രചാരകൻ നേരിട്ട് ഞങ്ങളിലേക്ക് വരുന്നു എന്ന് അടിസ്ഥാന ലെവലുള്ള താരപ്രചാരകൻ വന്നാൽ പോലും ഈ മുന്നണി സംവിധാനം എന്ന് പറയുന്നത്, അതാണല്ലോ കേരളത്തിൽ പാർട്ടികളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. മുന്നണി സംവിധാനത്തിൽ ജയിച്ചു വരുന്നു എന്നുള്ളത്, അത് BJPക്ക് പരീക്ഷിച്ച് വിജയിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതല്ലേ ഒരു പ്രധാന പ്രശ്നം. ഏത് വിഭാഗത്തെയാണോ വേണ്ടത് അവരെ അട്രാക്ട് ചെയ്യുന്ന വിധത്തിൽ ആ വിഭാഗത്തിന് സ്വാധീനമുള്ള ചെറിയ പാർട്ടികളാണെങ്കിൽ ചെറിയ പാർട്ടികൾ, അവരെ ആകർഷിക്കുവാനായിട്ട് കഴിയുന്നില്ല താരപ്രചാരകൻ മുന്നിലുണ്ടെങ്കിൽ പോലും. ഈ പ്രായോഗികമായി നമ്മൾ നോക്കുമ്പോൾ, കേരളത്തിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യം നോക്കുമ്പോൾ, ന്യായമായും പ്രതീക്ഷിക്കാവുന്ന ഒരു കക്ഷി കേരള കോൺഗ്രസ് ആണ്. ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ്, അത് പല അവാന്തര വിഭാഗങ്ങളായി നിൽക്കുന്ന കേരള കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ KM മാണിയുടെ പാർട്ടിയുമായി, അന്ന് ശ്രീ KM മാണി ജീവിച്ചിരുന്ന സമയത്ത് ജോസ് K മാണി ഉൾപ്പെടെ ആ വിഭാഗവുമായി ഒരു അനൗപചാരിക ചർച്ച ഒരുപക്ഷെ നടന്നിരിക്കണം. ആ ചർച്ച പൂർണ്ണതയിലെത്തുന്നതിന് മുൻപ് തന്നെ മറ്റു ചില പ്രയോറിറ്റീസ് വന്നു, അതങ്ങനെ അലസിപ്പോയി. ഇപ്പോൾ ജനുവിനായ വേരുകളുള്ള, അടിസ്ഥാനപരമായി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന BDJS ഉണ്ടെന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായി വളരെ വലിയ വേരോട്ടങ്ങളുള്ള ഒരു പ്രാദേശിക കക്ഷിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സഖ്യകക്ഷികളായി കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ ഒരിടത്തുമില്ല എന്നതാണ് വ്യത്യാസം. ഞാൻ പറയും INDA മുന്നണിയും NDA മുന്നണിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, NDA മുന്നണിയിൽ മഹാമേരു പോലെ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും വളരെ ദുർബലമായ പ്രാദേശിക കക്ഷികളുമാണ്. ഈ ഷിൻഡെയുടെ പാർട്ടിക്ക് ഒരുപക്ഷെ ചെറിയ ഒരു പിൻബലം ഉണ്ടാകാം മഹാരാഷ്ട്രയിൽ, അല്ലാതെ കാര്യമായ സ്വാധീനം, അപ്നാദളിന് ഉത്തർപ്രദേശിൽ ചെറിയ സ്വാധീനം ഉണ്ടാകാം, അല്ലാതെ കാര്യമായ സ്വാധീനമുള്ള സഖ്യകക്ഷികളുടെ അഭാവമാണ് ഇവിടെ കാണുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് പാർട്ടി ഏറെ ദുർബലമായെങ്കിലും സഖ്യകക്ഷികൾ ഏകോപനത്തോടെ പ്രവർത്തിച്ചാൽ ശക്തമായ പ്രാദേശിക തലത്തിലെ സഖ്യകക്ഷികളുണ്ട്. പക്ഷേ അത് മതിയാകുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രധാന കാര്യം, ഭാരതീയ ജനതാ പാർട്ടി 80-ൽ തുടങ്ങിയപ്പോൾ കേവലം 5%, ആദ്യ തെരഞ്ഞെടുപ്പുകളിലൊക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, നമുക്കൊരു ആകമാന ഒരു അസസ്മെൻറ്റിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ശരാശരി 5000 വോട്ടുകളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി കിട്ടുന്നത്. ചിലയിടങ്ങളിൽ അത് 10000 വരെ കൂടുകയും ചിലയിടങ്ങളിൽ 2500 വരെ കുറയുകയും ചെയ്യുന്നു. അതുമാത്രമാണ്, അതുകൊണ്ട് കോർ BJP വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. പക്ഷെ കാലക്രമത്തിൽ കോർ BJP വോട്ടിന് ഉപരിയായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ടുകൾ ലഭിച്ചു. പക്ഷേ വിജയിക്കും എന്ന പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് പ്രായോഗിക ചിന്താഗതിയുള്ള മലയാളികൾ ആരെയാണോ കൂടുതൽ എതിർക്കുന്നത് അവർക്കെതിരെ ജയിക്കാൻ സാധ്യതയുള്ള കക്ഷി, ഇടതുപക്ഷത്തെ എതിർക്കുന്നവർ കോൺഗ്രസിനും കോൺഗ്രസിനെ എതിർക്കുന്നവർ LDFനും വോട്ട് ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. അവിടെയും അതിന് ഗുണഭോക്താവാകാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞില്ല. ഏറ്റവും അനുകൂല സാഹചര്യം കഴിഞ്ഞ 5 വർഷം മുൻപ് ശബരിമല വിഷയം കത്തി നിന്ന സമയത്ത് ഏതാനും മണ്ഡലങ്ങൾ, പത്തനംതിട്ട പോലെയുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വലിയ ചലനമുണ്ടാക്കാൻ, താല്പര്യമുണ്ടാക്കാൻ K സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ ജയിച്ചു വരും എന്ന രീതിയിൽ പോലും അവസാന നിമിഷം എത്തുകയും അവസാന നിമിഷത്തിൽ ഡൈനാമിക്സിൽ അത് മാറിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കേരളത്തിൽ ത്രെഷോൾഡിൽ എത്തി എന്ന ഒരു വിശ്വാസം പ്രവർത്തകരിൽ ജനിച്ചാൽ പരമാവധി വോട്ടുകൾ അതായത് ഒരു ആവേശം പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകണം, ജയിക്കും എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാകണം. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ സന്ദർശനം, ഗുരുവായൂർ സന്ദർശനം, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്നു. അത് മാത്രമല്ലല്ലോ,
ഈ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ ഗുരുവായൂരിൽ അദ്ദേഹം ദർശനം നടത്തുന്നു, പിന്നീട് തൃപ്രയാറിൽ പോകുന്നു ഇല്ലേ? അതിനും വലിയ പ്രാധാന്യമുണ്ടല്ലോ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോകുന്ന ഈ അവസരത്തിൽ ഇല്ലേ? ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ഒരു കാൽക്കുലേറ്റഡ് മൂവ് അല്ലേ, തന്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നതിൽ BJP എന്നും മുന്നിലാണ്. അടുത്ത കാലങ്ങളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൻ്റെ പ്രധാന മുഖമായി മാറുന്നു. ഇത്തരത്തിലുള്ള രീതികൾ കേരളത്തിലും പരീക്ഷിക്കുകയാണ് അല്ലേ? ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നും സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്സ് എന്നും എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വെല്ലാൻ ഒരു കക്ഷിയും ഇന്ന് ഭാരതത്തിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ക്ഷേത്ര സന്ദർശനം, ഒരു പ്രധാനമന്ത്രി ഒരു ക്ഷേത്രം സന്ദർശിക്കുന്നു, ഏറെ മനസ്സുകളിലേക്കാണ് ഇറങ്ങുന്നത്. അത് പാർട്ടി മനസ്സുകളിലേക്കല്ല ഇറങ്ങുന്നത്, വിശ്വാസ മനസ്സുകളിലേക്കും കൂടി ഇറങ്ങുകയാണ്. ഒരു സുരക്ഷാ ബോധം കൊടുക്കുകയാണ് വിശ്വാസ സമൂഹത്തിന്. അത് മാത്രമല്ല അതേ സമയത്ത് തന്നെ ന്യൂനപക്ഷങ്ങളിലേക്കും ഇറങ്ങാനൊരു ശ്രമം നടത്തുകയാണ്. അത് ഒരുപക്ഷെ മറ്റ് വിമർശകർ ഒരുപക്ഷെ അതിനെ മറ്റു രീതിയിലേക്ക് അതിനെ കാണുന്നുണ്ടാവാം. പക്ഷേ ഒരു പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, പ്രധാനമന്ത്രിയുടെ റോള് തന്നെ 4 ഡയമെൻഷനിലാണ്. അദ്ദേഹം പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹം മന്ത്രിസഭയുടെ തലവനാണ്, അദ്ദേഹം പാർലമെന്റിന്റെ നേതാവാണ്. ഇതെല്ലാം ഔപചാരികത. മറ്റൊരു കാര്യം കൂടെ, യഥാർത്ഥ ജനനേതാവായി ഒരു പ്രധാനമന്ത്രി ഉയരണമെങ്കിൽ ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ വൈവിധ്യങ്ങളാർന്ന ജനവിഭാഗങ്ങളിൽ എല്ലാ വിഭാഗത്തിലേക്കും ഒരു ഇൻറോട്സ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിട്ട് പ്രധാനമന്ത്രിക്ക് ലഭിക്കൂ. അതിനുപരിയായി ഒരു വിശ്വപൗരൻ അല്ലെങ്കിൽ ഒരു വിശ്വഗുരു എന്ന രീതിയിലേക്ക് ഒരു ഇനിഷ്യേറ്റീവ്, അത് വളരെ വിജയകരമായി ശ്രീ നരേന്ദ്രമോദി കൈവരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലേക്കും ഇറങ്ങി ചെല്ലുക എന്നുള്ള ദൗത്യമാണ്. അതും ഈ കേരളത്തിൽ അത് നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അത് മാത്രമാണ് മഞ്ജുഷ്, ഒറ്റ കാര്യമാണ് ഇവിടെ നമ്മുടെ ചർച്ചയുടെ കേന്ദ്രബിന്ദുവാണ്. ആ ഒരൊറ്റ കാര്യമാണ്. അതുകൊണ്ടാണ് സേനാപതി വേണു കൂടി, കോൺഗ്രസിന്റെ വക്താവ് ശ്രീ സേനാപതി വേണു കൂടി ചേരുകയാണ്. ശ്രീ സേനാപതി വേണു, കണ്ടല്ലോ ഇല്ലേ കൊച്ചിയിലെ റോഡ് ഷോ? എന്ത് പറയുന്നു? അല്ല, പ്രധാനമന്ത്രി വരികയും BJP അവരുടെ സകല സന്നാഹങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. 50,000 ആളുകൾ 3-4 ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിരിക്കുന്ന പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ആളുകളൊക്കെ വന്നിരിക്കുന്നു. അത് ശക്തി പ്രകടനമാണ്, ആൾക്കൂട്ടമാണ്, അതൊക്കെ കാര്യമാണ്. പക്ഷേ ഇതൊക്കെ വോട്ടാവുകയും, ഈ തൃശ്ശൂര് എന്ന് പറയുന്ന ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയെ ബേസ് ചെയ്താണല്ലോ ഇവർ നിൽക്കുന്നത്. ഇത് വോട്ടാകുമോ എന്നുള്ളത്, അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. പ്രധാനമന്ത്രി വന്ന് റോഡ് ഷോ നടത്തിയാൽ റോഡ് ഷോ കാണാൻ കൗതുകത്തിൽ വരുന്ന കുറെ ആളുകൾ, അവരുടെ പാർട്ടി മെഷീനറി ഉപയോഗിച്ച് അവർ കൊണ്ടുവരുന്ന കുറെ ആളുകൾ, അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ ഇത് എത്രമാത്രം വോട്ടാകും എന്നുള്ളതാണ്. 10-12 ലക്ഷത്തോളം വോട്ടുകൾ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലുമുണ്ട്. അപ്പൊ എത്ര വോട്ടുകൾ ആകും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പര്യാപ്തമാവുകയോ ആയിട്ടുണ്ടോ എന്നുള്ളത് അത് നിശ്ചയമായും വിലയിരുത്തുവാനുള്ള സമയം ആയിട്ടില്ല. പക്ഷേ നമ്മളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും രാഷ്ട്രീയത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരും ആയതുകൊണ്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എത്രമാത്രം തൃശ്ശൂരിലേക്ക് കടന്നു ചെല്ലുവാൻ BJPക്ക് പക്ഷേ ആ പഴയ ഒരു ഇമേജിൽ മാറ്റം വന്നിട്ടില്ലേ ശ്രീ സേനാപതി വേണു? അത് 2014 കണ്ടതുപോലെയല്ല, 2019 കണ്ടതുപോലെയല്ല 2024 വരുമ്പോൾ കാണുന്നത്. അങ്ങനെ ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ BJP വരാതിരിക്കാനുള്ള ക്രോസ് വോട്ടിംഗ് എന്നുള്ള രീതി, അതിലിപ്പോൾ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് BJP നേതാക്കൾ പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ക്രോസ് വോട്ടിങ്ങിനുള്ള അവസരം 2 മുന്നണികൾക്കും ഇല്ല. BJPയുടെ ശക്തി അന്നത്തെ രീതിയിലല്ല ഇന്ന്. അത് മറ്റ് 2 മുന്നണികൾക്കും പ്രെഡിക്റ്റ് ചെയ്ത് കണ്ടെത്തുന്ന രീതിയിലല്ല. ആ ഒരു അവസ്ഥയിൽ മുന്നണികളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേട്ടമുണ്ടാക്കുവാനും വിജയിച്ചു വരുവാനും ഞങ്ങൾക്ക് കഴിയും. അത് അകലെയല്ല എന്നുള്ള ആത്മവിശ്വാസമാണ് BJP നേതാക്കൾ പങ്കുവെക്കുന്നത്. അവിടെയെല്ലാം ഒറ്റ മുഖമാണ് ഉയർത്തിക്കാട്ടുന്നത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ഒരൊറ്റ മുഖത്തെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട്, അത് പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യയിൽ BJPക്ക് കടന്നു കയറാൻ പലയിടത്തും പറ്റുന്നില്ല. കടന്നു കയറിയതിനേക്കാൾ വേഗത്തിൽ പിന്നോക്കം പോകുന്നു എന്നുള്ളത് അത് കർണാടക ഉദാഹരണമാണ്. ഇപ്പൊ തെലുങ്കാനയിലും അദ്ദേഹം ഒരുപാട് റോഡ് ഷോയിൽ, ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 12ഓളം, 1 ഡസനോളം റോഡ് ഷോ തെലുങ്കാനയിൽ നടത്തുകയും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തെലുങ്കാന ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനത്തോടു കൂടി നടത്തിയതാണ്.
പക്ഷേ അവിടെയും അവസാനം തെരഞ്ഞെടുപ്പിന്റെ അവസാനം നമ്മൾ കണ്ട ഒരു ചിത്രം എന്ന് പറയുന്നത് BJP വളരെ പിന്നോക്കം പോകുന്നു. 6 സീറ്റോ 7 സീറ്റോ മാത്രമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ചിത്രത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രിയെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഇമേജിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, കേരളം മാത്രമല്ല ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പോരായ്മ, അത് വിശിഷ്യ കേരളത്തിൽ അതിനെ മറികടക്കാനായി ഈ മോദി ഷോ മാത്രം പര്യാപ്തമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മറ്റൊരു കാര്യം ശ്രീ സേനാപതി വേണു, നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം, ഇതിന്റെ ദൂഷ്യവശം അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിൽ കോൺഗ്രസ് ആണോ എന്ന കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഈ റോഡ് ഷോ ഒക്കെ നടത്തി പോകുമ്പോൾ സ്വാഭാവികമായും BJPക്ക് മുൻ വർഷങ്ങളിലേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാകാൻ സാധ്യത കൂടുമ്പോൾ അവിടെ കോട്ടമുണ്ടാകുന്നത് നിങ്ങൾക്കാണല്ലോ എന്നുള്ള ഒരു ആത്മവിമർശനമോ അല്ലെങ്കിൽ പേടിയോ കോൺഗ്രസ് നേതാക്കൾക്കില്ലേ? 2019 അല്ല 2024. 2019 ശബരിമല ഇഷ്യൂ വന്നിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയുടെ വരവ്, രാഹുൽ ഗാന്ധി എന്തോ അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നുള്ള തോന്നൽ, അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കോൺഗ്രസിന് അനുകൂലമാക്കി ഉണ്ടാക്കിയ തരംഗം, ഇതൊക്കെ ഉണ്ടായിരുന്നു. 2024 അങ്ങനെയല്ല. 2019 പോലെ രാഹുൽ ശക്തനല്ല. 2024 അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ശബരിമല പോലെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് മുന്നിലില്ല. നിങ്ങൾ പകച്ചു നിൽക്കുകയാണ്. അല്ല, അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ 2019 വലിയ രീതിയിൽ കേരളത്തിൽ BJPക്ക് അങ്ങനെ മുന്നേറ്റം ഉണ്ടാകത്തക്ക രീതിയിൽ എന്തെങ്കിലും സവിശേഷമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ച് BJPക്ക് പ്രത്യേകമായിട്ടുണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ആകമാനം BJPക്ക് ഉണ്ടാകുന്ന മുന്നേറ്റത്തിന്റെ ഭാഗമായി എന്തെങ്കിലും മുന്നേറ്റം എന്നുള്ളതല്ലാതെ കേരളത്തിൽ വിശേഷിയായി എന്തെങ്കിലും ഒരു മുന്നേറ്റം നടത്തത്തക്ക രീതിയിലുള്ള സവിശേഷമായ ഒരു സാഹചര്യം ഈ 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഇവിടുത്തെ പാനലിസ്റ്റുകൾ ചർച്ച ചെയ്തോ എന്നെനിക്കറിയില്ല, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്ന് ചോദിച്ചാൽ, അപ്പൊ കോൺഗ്രസിന് വെല്ലുവിളി ഇല്ലെന്ന് ചോദിക്കും. BJP നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ കാൻഡിഡേറ്റ്സ് ആണ്. ആ കാൻഡിഡേറ്റ്സ് അവരിപ്പോ നമ്മൾ തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയുക, നവമാധ്യമത്തിൽ കണ്ടത്, അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥി നിർമ്മലാ സീതാരാമൻ ആകും, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ ആകും എന്നൊക്കെ കേൾക്കുന്നു. പക്ഷേ മഞ്ജുഷ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെക്കാൾ പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ BJP ഗവൺമെന്റിലെ അവരുടെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ അരുൺ ജെയ്റ്റ്ലി. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരു ധനകാര്യ വിദഗ്ധനും ഒരു മന്ത്രിയും ഒരുപക്ഷെ BJPയുടെ ആ ഒരു ബൗദ്ധിക മണ്ഡലത്തിൽ, അവരുടെ ഒരു താത്വികമായ ലെവലിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരാള് BJPയുടെ നേതൃനിരയിൽ ഈ സമകാലത്തെങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയണം, അദ്ദേഹം ജലന്ധറിൽ മത്സരിക്കുമ്പോൾ 1.25 ലക്ഷം വോട്ടിന് തോക്കുകയാണ് ചെയ്തത്. അപ്പോ ഇവർ ഈ പറയുന്ന പോലെ ഞങ്ങൾ കേന്ദ്രത്തിൽ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്ന് കേരളം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത്, ഇവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവർക്ക് വരാൻ പോകുന്ന സ്ഥാനാർത്ഥികളാണ്. ഒരുപക്ഷെ BJPയുടെ ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ശ്രീ രാജഗോപാലും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ അവരൊക്കെ പരീക്ഷിച്ച് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരിയായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് താങ്കൾ കരുതുകയാണോ ശ്രീ സേനാപതി വേണു? നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ അത് കടുപ്പമേറിയ ഒരു മത്സരമായി മാറും എന്നുള്ള വിലയിരുത്തൽ എന്തുകൊണ്ട് താങ്കൾക്കുണ്ടാകുന്നില്ല? മഞ്ജുഷ, ഞാനല്ലോ ബഹുമാന്യായ ശ്രീ O രാജഗോപാലല്ലേ, അദ്ദേഹമല്ലേ പറഞ്ഞത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന്. O രാജഗോപാൽ ഇപ്പോൾ സ്ഥിരമായി BJPക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അല്ല, അത് BJP മഞ്ജുഷ, അത് BJPക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതല്ല, അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അത് ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്ന. ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്നു, കേന്ദ്ര മന്ത്രി നിർമ്മലാ സീതാരാമനെയും അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമനും ശശി തരൂരും തമ്മിൽ മത്സരിക്കുമ്പോൾ UN അണ്ടർ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് ഇത്ര പ്രഗത്ഭനായ ഒരാള്, വിദേശകാര്യ മന്ത്രിയായി UPA ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന വലിയ പ്രാഗൽഭ്യം തെളിയിച്ച ഒരാള്, അദ്ദേഹം എന്താ പറഞ്ഞ മിഡ് നൈറ്റ് ടു മിലേനിയം എന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെ വായിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്ര പ്രഗത്ഭനായ ഒരാള് ഇപ്പൊ കൈവശത്തിൽ ഇരിക്കുമ്പോൾ, അത് 3 പ്രാവശ്യം അദ്ദേഹം മത്സരിച്ച് ജയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അയോഗ്യതയല്ല, അധിക യോഗ്യതയാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ അറ്റ് പ്രസന്റ് ഞാൻ പറയുന്നു, ഈ പരിസ്ഥിതിയിൽ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാൻ ഇനി BJPയുടെ ഏത് നേതാവും, അത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്, നരേന്ദ്രമോദി വന്ന് മത്സരിക്കട്ടെ, ഞങ്ങൾക്ക് ഭയമില്ല.
ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ അരുൺ ജെയ്റ്റ്ലിയുടെ നാമം ഇവിടെ പ്രത്യേകമായിട്ട് ഞാൻ സൂചിപ്പിച്ചത്. കേന്ദ്രത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ധനകാര്യമന്ത്രിയായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു സമീപ 10-20 കൊല്ലക്കാലം നമ്മൾ കണ്ട ധനകാര്യമന്ത്രിമാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരാൾ ആയിരുന്നു ശ്രീ അരുൺ ജെയ്റ്റ്ലി. പക്ഷെ അദ്ദേഹത്തിന് എന്താ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റിയില്ല. ആ ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു. ഞാൻ പറഞ്ഞത് അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, BJP ഇപ്പോൾ ഈ പറയുന്ന ഞങ്ങൾ ഈ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന 543 മണ്ഡലത്തിൽ നരേന്ദ്രമോദിക്ക് വന്ന് മത്സരിക്കാൻ പറ്റത്തില്ല. സ്ഥാനാർത്ഥികളെ ഇറക്കണം. ആ സ്ഥാനാർത്ഥികളെ ഇറക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രഗത്ഭരെ വരെ പരീക്ഷിച്ച് അത് പലവട്ടം പരീക്ഷിച്ച് പരാജയം അടഞ്ഞതാണ്. പക്ഷെ തൃശ്ശൂർ എന്ന് പറയുന്നത് TN പ്രതാപൻ ഈ തോപ്പിക്കാൻ പറ്റാത്ത ഒരാളൊന്നുമല്ല. അതല്ല. പക്ഷേ ഒരു കാര്യം അല്ല, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പൊളിറ്റിക്സ് എന്തെന്ന് ചോദിച്ചാൽ, മഞ്ജുഷേ, ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, TN പ്രതാപൻ നേരിട്ട് കാണാത്ത ഒരു വോട്ടറും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 15 വർഷത്തെ അസംബ്ലി MLA എന്ന നിലയിൽ, 5 വർഷക്കാലത്തെ MP എന്ന നിലയിൽ ആ അസംബ്ലി മണ്ഡലത്തിലും പാർലമെന്റ് മണ്ഡലത്തിലും അദ്ദേഹം നേരിട്ട് കാണാത്ത ഒരു വ്യക്തിയും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ഗോപിയെ എല്ലാവരും കണ്ടിട്ടുണ്ട്. എവിടെയാ കണ്ടിട്ടുള്ളത്? സ്ക്രീനിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ 1% അല്ലെ 10% ആളുകൾ പോലും നേരിട്ട് സുരേഷ് ഗോപിയെ കാണുകയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുമായിട്ട് സംസാരിക്കുകയോ ഒരടുപ്പം പുലർത്തുകയോ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, പ്രതാപനും കഴിഞ്ഞ തവണ പേടിച്ചു പോയി. പ്രതാപൻ അവസാനം റിസൾട്ട് വന്നപ്പോൾ 1 ലക്ഷം വോട്ടിൽ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനു മുൻപുള്ള KPCC യോഗത്തിൽ പ്രതാപൻ പറഞ്ഞത് ഞാൻ തോക്കുമെന്നാണ്. കാരണം അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനം ശരിയായില്ല എന്നാണ്. പക്ഷെ ആ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ അദ്ദേഹം കണ്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അപ്പൊ പ്രതാപനും പേടിച്ചു കഴിഞ്ഞ തവണ. 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാളാണ്. അതെ, ഞാൻ പറഞ്ഞത് റിസൾട്ട് വരുന്നതിന് മുൻപ് അദ്ദേഹം KPCC മീറ്റിംഗിൽ വന്ന് കുറ്റപ്പെടുത്തുകയായിരുന്നു. ഞാൻ തോറ്റുപോകും, പ്രചാരണമൊന്നും ശരിയായില്ല, കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റം പറയുകയായിരുന്നു. അത് പ്രചരണ രംഗത്ത് ചില നേതാക്കൾ കാണിച്ച നിഷ്ക്രിയത്വവും നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും പാർട്ടി അതിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അത് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമല്ലോ. ഇന്ന മേഖല എന്നെ സഹായിച്ചില്ല, ഇന്ന നേതാക്കൾ എന്നെ സഹായിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനൊരു വ്യാഖ്യാനം നൽകേണ്ടത്. ശരി, യുവരാജ് ഗോകുൽ, നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളുടെ അഭാവമുണ്ട് കേരളത്തിൽ. അല്ല, എനിക്ക് മഞ്ജുഷ് അദ്ദേഹത്തിന് ആദ്യം കൊടുത്തിരുന്ന ഒരു വിശേഷണം ഉണ്ടല്ലോ, ദേശീയ രാഷ്ട്രീയ ഇറച്ചിയിലക്കി പഠിച്ച വ്യക്തിയാണത്. ശരിയാണ്, അദ്ദേഹം കൃത്യമായിട്ട് അരുൺ ജെയ്റ്റ്ലിയുടെ കാര്യവും ജലന്ധറിലെ വിഷയമൊക്കെ ഇത്രയും ഓർത്ത് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി, അദ്ദേഹത്തിൻ്റെ അറിവിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട്. അദ്ദേഹം 2014 മത്സരിച്ചത്, 2019 2014 അദ്ദേഹം ധനകാര്യമന്ത്രി എന്നുള്ള നിലയിലല്ല മത്സരിച്ചത്, അല്ലാതെയാണ് മത്സരിച്ചത്. മാത്രമല്ല, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ പോലെ അത്രയും പോപ്പുലറായ ഒരാൾക്കെതിരെയാണ് അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. മറ്റൊരു സാധാരണ കാൻഡിഡേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരുൺ ജെയ്റ്റ്ലി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നേനെ. എന്തായാലും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ ഒ രാജഗോപാലിൻ്റെ കാര്യം പറഞ്ഞു. ഒ രാജഗോപാൽജി അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒ രാജഗോപാൽജി വളരെ പ്രായമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളിൽ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി പോകുന്നുണ്ട്. ഒ രാജഗോപാൽജി പറഞ്ഞ വ്യക്തമായ കാര്യം ഇതാണ്: ശശി തരൂർ 2009 വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ, അധികം മണ്ഡലത്തിൽ സ്വാധീനമൊന്നും പരിചയമൊന്നും ഇല്ലാത്ത ഒരാൾ, ഇദ്ദേഹം എങ്ങനെയാണ് ഇവിടെ ജയിക്കാറ്? പക്ഷെ അദ്ദേഹത്തിന് തുടർച്ചയായി ഇവിടെ ജനങ്ങളുടെ ജയിക്കാൻ കഴിഞ്ഞു, ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ കഴിഞ്ഞു. ഇനി ഒരാൾക്ക് അങ്ങനെ സാധിക്കുമെന്ന്, അതായത് പുറത്തു നിന്ന് വന്ന് ഇതുപോലൊരു ജനസ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഒ രാജഗോപാൽജി പറഞ്ഞത്. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നതിനകത്തൊന്നും മിസ്കോട്ട് ചെയ്ത് പറഞ്ഞാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ശ്രീ സേനാപതി വേണു തന്നെ പറഞ്ഞല്ലോ, മഞ്ജുഷ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട്, എന്താണ് TN പ്രതാപൻ അങ്ങനെ തോൽപ്പിക്കാൻ കഴിയാത്ത വ്യക്തിയൊന്നുമല്ല. നാളെ കുറച്ച് കഴിയുമ്പോൾ ന്യൂസ് 18 ഇവിടെ സ്ക്രോൾ ന്യൂസ് ചെയ്യാണ്, TN പ്രതാപനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് സേനാപതി വേണു ഇറങ്ങു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കാര്യങ്ങളെ നമുക്ക് വരുന്നില്ല. മഞ്ജുഷിന്റെ ചോദ്യം എന്തായിരുന്നു? ഞാൻ മിസ്സായി. അല്ല, നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളുടെ അഭാവമുണ്ട് എന്ന് കേരളത്തിൽ. സ്ഥാനാർത്ഥികളുടെ സീതാരാമൻ തിരുവനന്തപുരത്ത് വന്നാലും തരൂരിനൊരു വെല്ലുവിളി ആവില്ല എന്നാണ് സേനാപതി പറയുന്നത്. അല്ല, ആത്മവിശ്വാസം വളരെ നല്ലത് തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. ശശി തരൂർ പറയുന്നു നരേന്ദ്രമോദി വന്നാലും എനിക്ക് വെല്ലുവിളിയാവില്ല എന്നൊക്കെയാണല്ലോ ശശി തരൂർ പറയുന്നത്. ആത്മവിശ്വാസം വളരെ നല്ലത് തന്നെയാണ്. എന്തായാലും സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ടല്ലോ നിർമ്മല സീതാരാമന്റെ പേര് ചർച്ചയിൽ വരുന്നത്. കുമ്മനം രാജശേഖരൻജി കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച വ്യക്തി തന്നെയാണ്, നിയമമണ്ഡലത്തിലെ 2ാം സ്ഥാനത്ത് വന്ന വ്യക്തിയാണ്. അദ്ദേഹം നല്ലൊരു വ്യക്തി തന്നെ ആവില്ലേ? അതുപോലെ ഒരുപാട്
നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ വി മുരളീധരൻ ആറ്റിങ്ങിൽ മത്സരിക്കുന്നു, നല്ല വ്യക്തിയാകില്ലേ? പത്തനംതിട്ടയിൽ ഇപ്പോൾ കുമ്മനം രാജശേഖരനോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രോമിനൻ്റ് ആയ ഒരു വ്യക്തിയോ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാവില്ലേ? തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നില്ലേ? അതുപോലെ എത്രയോ പേര്, ശോഭാ സുരേന്ദ്രൻ നല്ലൊരു കാൻഡിഡേറ്റ് അല്ലേ? MT രമേശ് നല്ലൊരു പേരല്ലേ? അപ്പോൾ കാൻഡിഡേറ്റ്സ് ഇല്ല എന്നൊക്കെ പറയുന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. BJP സംബന്ധിച്ചിടത്തോളം അത്ര നേതൃദാരിദ്ര്യമുള്ള ഒരു പാർട്ടിയൊന്നുമല്ല. പ്രതാപന്റെ കാര്യം അദ്ദേഹം പറയുന്നത്, തൃശ്ശൂരിൽ പ്രതാപൻ നേരിട്ട് കാണാത്ത ഒരു വോട്ടർമാർ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ ശരിയല്ല, തീർച്ചയായിട്ടും അല്ലല്ല, അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ കൂടുതൽ ആൾക്കാർ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടോ? പ്രതാപനെ കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടോ? പക്ഷേ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട ഒരാൾ പോലും അദ്ദേഹത്തെ മറക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. പ്രതാപൻ ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കും. ഇപ്പോൾ പ്രതാപൻ അവരെ ഓർമ്മകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രതാപനെ കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും അതിനകത്ത് അങ്ങനെയല്ല. അതിനകത്ത് കാര്യം സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ എത്ര പേരെ കണ്ടിട്ടുണ്ടാവും? എന്തായാലും കഴിഞ്ഞ തവണ കണ്ടിട്ടുള്ളതിൻ്റെക്കാളും 100 ഇരട്ടി ആൾക്കാർ അല്ലെങ്കിൽ 200 ഇരട്ടി ആൾക്കാർ, 1000 ഇരട്ടി ആൾക്കാരെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ വെറും 1% ആൾക്കാരെ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന് 3 ലക്ഷം വോട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 1000 ഇരട്ടി ആൾക്കാരെ ഇത്തവണ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷത്തിലൂടെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വോട്ട് എത്രയാണ് ഇരട്ടിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിനകത്ത് പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സേനാപതി വേണു, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ യുവരാജ് ഗോകുൽ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ മാസം തന്നെ അദ്ദേഹത്തിന്റെ 2ാമത്തെ കേരള സന്ദർശനമാണ്. നാളെയാണ് പ്രധാനപ്പെട്ട സന്ദർശനങ്ങൾ. ഗുരുവായൂരിൽ അദ്ദേഹം പോകുന്നു. പിന്നീട് തൃപ്രയാർ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കൊച്ചിയിൽ 2 പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കും. അദ്ദേഹം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 4000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതുപോലെ വൈകിട്ട് BJPയുടെ പരിപാടിയിലാണ്, ശക്തി കേന്ദ്ര യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അവിടെ വെച്ച് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ഉണ്ടാകും. അങ്ങനെ കേരള ദൗത്യത്തിന് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. റൈറ്റ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.